ലോകം അറിയപ്പെടുന്ന രണ്ട് ബ്രാൻഡുകളായ അഡിഡാസും പ്യൂമയും ഉണ്ടായത് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ജർമ്മനിയിൽ നടന്നൊരു യഥാർത്ഥ സംഭവമാണിത്. ഈ സഹോദരന്മാരെ ആസ്പദമാക്കി 2016 പുറത്തിറങ്ങിയ മൂവിയാണ് അഡിഡാസ് വേഴ്സസ് പ്യൂമ ദ ബ്രദേഴ്സ് ഫ്യൂഡ്. ജർമ്മൻ ഭാഷയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് ജർമ്മനിയിലെ ഒന്നാം ലോക മഹായുദ്ധ സമയത്തിലൂടെയാണ്. കഥ ആരംഭിക്കുന്നത് സഹോദരന്മാരിൽ ഒരാളായ അഡോൾഫ് എന്നു പേരുള്ള ആഡിയിലൂടെയാണ്. ആഡി വളരെയധികം സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ചെറുപ്രായം മുതലേ സ്പോർട്സിനോടുള്ള കഴിവും താല്പര്യവും ആഡി തെളിയിച്ചു. പല ഇനങ്ങളിലായി ധാരാളം പ്രൈസും മെഡലുമെല്ലാം അദ്ദേഹം വാരിക്കൂട്ടിയിരുന്നു. പതിവ് പോലെ ആഡി കാലത്തു തന്നെ തന്റെ പരിശീലനം ആരംഭിച്ചു. തെരുവിലൂടെ ഓടുന്നതിനിടയിൽ ദൂരെ നിന്ന് തന്റെ സഹോദരൻ റുഡോൾഫ് കാറിൽ വരുന്നത് അവൻ കണ്ടു. ഇരുവരും കാറിൽ സഞ്ചരിച്ച് നഗരത്തിലെ ഒരു ബെൽറ്റ് ഫാക്ടറിയിലേക്ക് എത്തുന്നു. ആ ബെൽറ്റ് ഫാക്ടറിയിലാണ് റൂഡി സെയിൽസ്മാനായി ജോലി ചെയ്യുന്നത്. ഫാക്ടറിയുടെ മുമ്പിൽ വണ്ടി നിർത്തി റൂഡി ഫാക്ടറിയിലേക്ക് ജോലി ചെയ്യാനായി പോകുന്നു. ഈ സമയം ആഡി കാറിൽ നിന്ന് എഞ്ചിനുമായി ഘടിപ്പിക്കുന്ന ഒരു ബെൽറ്റ് അഴിച്ചെടുക്കുന്നുണ്ട്. സ്പോർട്സിന് പുറമെ ആഡി ഷൂകൾ ഉണ്ടാക്കുന്നതിൽ വളരെയധികം താല്പര്യപ്പെട്ടിരുന്നു. തന്റെ വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള വാഷ്റൂം ആഡി ഒരു ചെറിയ ഷൂ നിർമ്മാണ യൂണിറ്റാക്കി മാറ്റി. അവിടെ ആഡിയും സുഹൃത്തായ ജെയ്ക്കും ചേർന്ന് പലതരത്തിലുള്ള ഷൂവിന് അനുയോജ്യമായ ഡിസൈനുകൾ ഉണ്ടാക്കാനായി ആരംഭിച്ചു. ഒന്നാം ലോക മഹായുദ്ധ സമയമായതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ വൈദ്യുതിക്ക് വളരെയധികം ക്ഷാമമുണ്ടായിരുന്നു. അത് തരണം ചെയ്യാനായാണ് ആഡി റൂഡിയുടെ കാറിൽ നിന്ന് ബെൽറ്റ് എടുത്തത്. ആ ബെൽറ്റ് ഒരു ഡൈനാമോയുമായി ഘടിപ്പിച്ച് ആഡി അവിടെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജർമ്മനിയിൽ വളരെയധികം ദാരിദ്ര്യമായതിനാൽ തന്നെ ബെൽറ്റ് ഫാക്ടറിയിലെ റൂഡിയുടെ ജോലി നഷ്ടപ്പെടുന്നു. ന്യൂറംബർഗ് എന്ന സ്ഥലത്ത് മറ്റൊരു ജോലി തേടി പോകാനായി റൂഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ തന്റെ സഹോദരിമാരോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫ്രീഡൽ എന്ന പെൺകുട്ടിയെ റൂഡി ശ്രദ്ധിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ റൂഡിക്ക് അവളോടൊരു താല്പര്യം തോന്നി. അവളോട് സംസാരിക്കുന്നതിനിടയിലേക്ക് ഗബ്ബർ എന്നു പേരുള്ള ഒരു റൗഡി കടന്നു വരുന്നു. തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും റൂഡിയെ അവർ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ റൂഡി ന്യൂറംബർഗിലേക്ക് പോകാതെ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഇതേ സമയം ആഡി തന്റെ പണിപ്പുരയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷൂ തനിക്കുണ്ടാക്കണമെന്ന ആഗ്രഹത്താൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങോട്ടേക്ക് മർദ്ദനമേറ്റ റൂഡി കടന്നു വരികയും ആഡിയോട് സംസാരിക്കാനും ആരംഭിച്ചു. ദിവസേന ഇങ്ങനെ ഷൂ തുന്നിയാൽ നമുക്ക് ജീവിക്കാനാകില്ല. യുദ്ധമായതിനാൽ തന്നെ നാടെങ്ങും പട്ടിണിയിലാണ്. അതിനാൽ തന്നെ നല്ല ജോലി കണ്ടുപിടിക്കണമെന്ന് റൂഡി പറഞ്ഞു. എന്നാൽ എനിക്ക് ഇതല്ലാതെ മറ്റൊരു ജോലി ചെയ്യാൻ കഴിയില്ല എന്നും ഒരു നാൾ ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷൂ ഉണ്ടാക്കും. എനിക്കറിയാം എന്നെക്കൊണ്ട് അതിന് സാധിക്കുമെന്ന്. എൻ്റെ ഷൂ ധരിച്ച് ലോകത്തിലെ മികച്ച കായിക താരങ്ങൾ കളിക്കുന്നത് ഞാൻ ഉറപ്പായും കാണും. അത് ഞാൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുമെന്ന് ആഡി മറുപടിയായി പറഞ്ഞു. ആഡിയുടെ പാഷനും ആത്മവിശ്വാസവും കണ്ട റൂഡിക്ക് ലോകത്തിലെ തന്നെ മികച്ച ഷൂ ഉണ്ടാക്കാൻ ആഡിക്ക് കഴിയുമെന്ന് മനസ്സിലായി. എങ്ങനെയും അവനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് റൂഡി തീരുമാനിക്കുന്നു. അതിനായി ഇരുവരും ഒന്നിച്ചു നിന്ന് ഷൂ ഉണ്ടാക്കാമെന്ന് റൂഡി പറഞ്ഞു. ബെൽറ്റ് കമ്പനിയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ധാരാളം ആളുകളെയും അതുപോലെ ഷൂ എങ്ങനെ വിൽക്കണമെന്നും അറിയാം. അതിനാൽ തന്നെ നീ ഒരു ഷൂ ഉണ്ടാക്കൂ, ഞാനത് വിൽക്കാമെന്നും റൂഡി പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് നിന്ന് ആരായാലും തകർക്കാൻ കഴിയാത്ത ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തണമെന്നും റൂഡി കൂട്ടിച്ചേർത്തു. ഇരുവരും അവരുടെ സ്വപ്നത്തിനായി കൈകൊടുത്തു. പിറ്റേന്ന് മുതൽ അവർ ഷൂ കമ്പനിക്ക് വേണ്ട റോ മെറ്റീരിയൽ ശേഖരിക്കാനായി തുടങ്ങി. റൂഡി നഗരത്തിലെ ഭരണാധികാരിയെ പറഞ്ഞു മനസ്സിലാക്കി കമ്പനിക്ക് വേണ്ട പവർ സപ്ലൈ വർദ്ധിപ്പിച്ചു. ഉടൻ തന്നെ ഒരു വലിയ തുക ടാക്സായി നൽകാമെന്ന് പറഞ്ഞാണ് റൂഡി ഇത് സമ്മതിപ്പിച്ചെടുത്തത്. അങ്ങനെ അവർ കമ്പനിയുടെ പണി ആരംഭിച്ചു. റൂഡിയും ആഡിയും ചേർന്ന് കമ്പനിക്ക് ആവശ്യമായ പണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായി പോകുന്നു. എന്നാൽ ഷൂ പരിശോധിച്ച മാനേജർ ഷൂ വളരെയധികം കട്ടി കുറവാണെന്നും അതിനാൽ തന്നെ 2-3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഷൂ നശിച്ചു പോകുമെന്നും പറയുന്നു. ഇങ്ങനെ ഷൂ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഒരിക്കലും പണം തിരിച്ചടയ്ക്കാൻ പോകുന്നില്ല എന്നും മാനേജർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഞങ്ങൾ പുതിയ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയിലുമാണ് ഇങ്ങനത്തെ കട്ടിയില്ലാത്തതും ഡ്യൂറബിളുമായ ഫുട്ബോൾ ഷൂകൾ നിർമ്മിക്കുന്നതെന്ന് റൂഡി പറഞ്ഞു. ഞാനും ചെറുതായി ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഞാൻ ഷൂ ധരിക്കുന്നത് എൻ്റെ കാലിൻ്റെയും ആംഗിളിൻ്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അതിനാൽ തന്നെ ഈ കട്ടിയില്ലാത്ത ഷൂ ആരും വാങ്ങാൻ പോകുന്നില്ല എന്ന് മാനേജർ പറയുന്നു. ഉടൻ തന്നെ ആഡി മാനേജറിന്റെ കയ്യിൽ നിന്നും ഷൂ വാങ്ങി ഷൂവിനെ പറ്റി വിവരിക്കാൻ തുടങ്ങുന്നു. ഫുട്ബോൾ കളിക്കുവാൻ ഏറ്റവും അനുയോജ്യം കട്ടി കുറഞ്ഞ ഷൂകളാണ്. ഇങ്ങനെയുള്ള ഷൂ ധരിച്ച് കളിക്കുമ്പോഴേ ബോളിനെ നന്നായി കൺട്രോൾ ചെയ്യാനും അതുപോലെ ബോൾ അടിക്കുന്നത് ഫീൽ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലെ ഒരു പ്ലെയറിന് നന്നായി കളിക്കാൻ സാധിക്കുമെന്ന് ആഡി പറഞ്ഞു. എന്നാൽ മഴയത്ത് കളിക്കുമ്പോൾ ഇത്രയും കട്ടി കുറഞ്ഞ ഷൂ ഉപയോഗിച്ച് എങ്ങനെ നനവുള്ള ബോളിൽ അടിക്കുമെന്ന് മാനേജർ ചോദിക്കുന്നു. അതിന് മറുപടിയായി ഞങ്ങൾ നല്ല ബോളും നിർമ്മിക്കുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ആഡി പറഞ്ഞു. ഇപ്പോഴും മാനേജർക്ക് അവരെ വിശ്വാസമായില്ല. അതിനാൽ തന്നെ പണം നൽകാൻ മാനേജർ വിസമ്മതിച്ചു. ഇരുവരും ബാങ്കിൽ നിന്ന് കാറിനരികിലേക്ക് തിരികെ വന്നു. കാറിനരികിൽ കളിച്ചുകൊണ്ട് നിന്ന കുട്ടികളുടെ കാലിൽ നിന്ന് ഫുട്ബോൾ ആഡിയുടെ അടുത്തേക്ക് ഉരുണ്ടു വന്നു. ആ ബോൾ നന്നായി നോക്കി ഷൂസിനൊപ്പം താൻ ലോകത്തിലെ തന്നെ മികച്ച ബോളും നിർമ്മിക്കുമെന്ന് ആഡി മനസ്സിലുറപ്പിച്ചു. ആഡിയെ തനിച്ചാക്കി റൂഡി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടിയ ഫ്രീഡൽ എന്ന പെൺകുട്ടിയുമായി അവിടെ നിന്ന് പോയി.
കാറിൽ വെച്ച് റൂഡി അവന്റെ ഇഷ്ടം ഫ്രീഡലിനോട് പറഞ്ഞു. അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു. തുടർന്ന് ഇരുവരും ഷൂ ഫാക്ടറിയിലേക്ക് പോയി. റൂഡി ഫ്രീഡലിനെ ഫാക്ടറി മുഴുവൻ ചുറ്റിക്കാട്ടി. ഒപ്പം ആഡിക്ക് ഫ്രീഡലിനെ പരിചയപ്പെടുത്തിയും കൊടുത്തു. അധികം വൈകാതെ തന്നെ ഇരുവരും വിവാഹിതരായി. വിവാഹ വിരുന്നിൽ റൂഡി ബാങ്ക് മാനേജറിനെയും ക്ഷണിച്ചിരുന്നു. ബാങ്ക് മാനേജറുടെ താല്പര്യം പിടിച്ചുപറ്റാനാണ് റൂഡി ഇങ്ങനെ ചെയ്തത്. വിരുന്നിന് ശേഷം ആഡിയും റൂഡിയും ചേർന്ന് അവരുടെ ഫാക്ടറി ഗ്രൗണ്ടിലേക്ക് മാനേജറുമായി പോകുന്നു. ഗ്രൗണ്ടിൽ വെച്ച് അവർ നിർമ്മിച്ച ഒരു ഫുട്ബോൾ ബൂട്ട് മാനേജർക്ക് ധരിക്കാനായി നൽകി. ബൂട്ടിന്റെ ഗുണനിലവാരം കാട്ടിക്കൊടുക്കാനായാണ് അവർ മാനേജർക്ക് ബൂട്ട് നൽകിയത്. ബൂട്ട് ധരിച്ച് അദ്ദേഹം പന്ത് തൊട്ടാനായി ആരംഭിച്ചു. അദ്ദേഹത്തെ ബൂട്ടിന്റെ ക്വാളിറ്റി വല്ലാതെ അത്ഭുതപ്പെടുത്തി. നല്ല ഒതുക്കവും കട്ടികുറവും ബോൾ കൺട്രോളും നൽകാൻ ആ ബൂട്ടുകൾക്ക് സാധിച്ചു. തനിക്ക് ബൂട്ടുകൾ വളരെയധികം ഇഷ്ടമായി. പക്ഷേ റൂഡി, നിങ്ങൾ ബെൽറ്റ് കമ്പനിയിൽ അനാവശ്യമായ തീരുമാനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് കമ്പനിയെ വലിയ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടു എന്ന് ഞാനറിഞ്ഞു. അതിനാൽ തന്നെ എനിക്ക് നിങ്ങൾക്ക് ലോൺ തരാൻ സാധിക്കുകയില്ല എന്ന് മാനേജർ അവരോട് പറഞ്ഞു. മാനേജർ പറഞ്ഞ കാര്യം കേട്ട് ആടി ഞെട്ടലോടെ റൂഡിയെ നോക്കി. ആടിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിവുണ്ടായിരുന്നില്ല. മാനേജർ പറഞ്ഞത് കേട്ട റൂഡി, താങ്കൾ പറഞ്ഞ ഒന്നും ശരിയല്ല എന്നും മുങ്ങിക്കൊണ്ടു നിന്ന ബെൽറ്റ് കമ്പനിയെ ഞാൻ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിസ്സഹായനായ ആടി ഇരുവരെയും നോക്കി നിന്നു. അവിടെ നിന്ന് ഇരുവരും വീട്ടിലേക്ക് മടങ്ങി. പോകും വഴിയിൽ സത്യം ആടിയോട് മറച്ചു വെച്ചതിന് റൂഡി മാപ്പ് പറഞ്ഞു. തുടർന്ന് നമ്മൾ ഒന്നിച്ചു നിന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയികളായി നമുക്ക് മാറാൻ സാധിക്കുമെന്നും റൂഡി കൂട്ടിച്ചേർത്തു. എന്നാൽ ബാങ്ക് നമുക്ക് ലോൺ തരില്ല എന്ന് ആടി മറുപടിയായി പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ചെറുതായി തുടങ്ങി ബിസിനസ് വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ് റൂഡി അവനെ സമാധാനിപ്പിച്ചു. പിറ്റേന്ന് മുതൽ റൂഡി തങ്ങളുണ്ടാക്കിയ ഷൂസുമായി ധാരാളം കായിക താരങ്ങളെ കാണാനായി പോയി. ഷൂസ് ഉപയോഗിച്ച് നോക്കിയവർ റൂഡിയോട് നല്ല അഭിപ്രായം പറയുകയും ഷൂസ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് റൂഡിക്ക് കൈ കൊടുക്കുകയും ചെയ്യുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് റൂഡി ഷൂസ് എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ സൂക്ഷിക്കണമെന്നും ഷൂസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കായിക താരങ്ങൾക്ക് വിശദമായി പറഞ്ഞു നൽകി. അങ്ങനെ പതിയെ പതിയെ റൂഡി തൻ്റെ കയ്യിലുള്ള ഷൂകൾ ഓരോന്നോരോന്നായി വിറ്റു തീർത്തു. അങ്ങനെ അവരുടെ കമ്പനി വളരാനായി തുടങ്ങി. നഗരമധ്യത്തിലെ നോട്ടീസ് ബോർഡിൽ പല തസ്തികകളിലായി ഷൂ കമ്പനിയിലേക്ക് ആളുകളെ വേണമെന്ന നോട്ടീസ് റൂഡി പതിപ്പിച്ചു. എന്നാൽ യുദ്ധസമയമായതുകൊണ്ട് തന്നെ എല്ലാ കമ്പനിയിൽ നിന്നും ആളുകളെ പിരിച്ചുവിടുകയാണ്. അതിനാൽ തന്നെ ഇത്രയും ആളുകളെ ജോലിക്കെടുക്കണോ എന്ന് ആടി റൂഡിയോട് ചോദിക്കുന്നു. എന്നാൽ താൻ ഇന്ന് 273 പേർ ഷൂകൾ വിറ്റെന്നും ഇനിയും നമ്മുടെ ഷൂകളുടെ ക്വാളിറ്റി കൂട്ടേണ്ടതുണ്ടെന്നും അതിനാൽ തന്നെ ആളുകളെ ജോലിക്ക് വെക്കുന്നതിൽ കുഴപ്പമില്ല എന്നും റൂഡി മറുപടിയായി പറഞ്ഞു. റൂഡിയോട് സംസാരിക്കുന്നതിനിടയിൽ ആടി ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ആടിക്ക് അവളോടൊരു താല്പര്യം തോന്നി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവർ ഷൂ ഫാക്ടറിയിലേക്ക് ആളുകളെ നിയമിച്ചു. ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആടിയും ഷൂവിൻ്റെ ക്വാളിറ്റി കൂട്ടാനായി പരിശ്രമിക്കാൻ തുടങ്ങി. എത്ര പരിശ്രമിച്ചിട്ടും കാഠിന്യം കുറഞ്ഞ രീതിയിൽ ഷൂ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആടിക്ക് ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ മറ്റൊരു മെറ്റീരിയൽസ് ഉപയോഗിക്കാമെന്ന് ആടി ജാക്കിനോട് പറയുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കമ്പനി ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നാണ് റൂഡി പറയുന്നതെന്ന് ജാക്ക് മറുപടിയായി പറഞ്ഞു. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന ഷൂ നല്ല ക്വാളിറ്റി ഉള്ളതാകണമെന്നും കമ്പനിയുടെ ലാഭം ഞാൻ നോക്കുകയില്ല എന്നും ആടി പറഞ്ഞു. കമ്പനിയുടെ അധിക ലാഭത്തിനു വേണ്ടി നമ്മുടെ ഷൂവിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ എനിക്ക് സാധിക്കില്ല എന്നും ആടി കൂട്ടിച്ചേർത്തു. അങ്ങനെ വീണ്ടും തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധിക്കുന്നു ആടി. ഷൂവിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പല പല കാര്യങ്ങളും ആടി ചെയ്യുന്നു. റൂഡിയുടെ കാറിൻ്റെ ടയർ ഉപയോഗിച്ച് ഷൂവിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ആടി ശ്രമിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടിയ പെൺകുട്ടിയുമായി ആടി പ്രണയത്തിലാകുന്നു. തുടർന്ന് ഇരുവരും വിവാഹിതരായി. വിവാഹ വിരുന്നിൽ താൻ കഷ്ടപ്പെട്ട് കൈകൊണ്ട് നിർമ്മിച്ച ഷൂ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ആടി നൽകി. പതിയെ പതിയെ ഷൂ കമ്പനി വളർന്നു. കമ്പനിയിൽ ദിവസേന നിർമ്മിക്കുന്ന ഷൂകളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. ആളുകൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കമ്പനി വളർത്തിക്കൊണ്ടുവന്നു. അവരോടൊപ്പം ആടിയും ചേർന്ന് ഷൂകൾ മികച്ചതാക്കാൻ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തിവരുന്നു. കമ്പനിയുടെ വളർച്ചയിൽ ആടിയുടെ ഭാര്യയായ കൈത്തിനും ഭാഗമാകണമെന്ന് തോന്നി. അതിനാൽ തന്നെ ഷൂ കമ്പനിയിൽ ഒരു ജോലിക്കാരിയായി കൈത്തും ചേർന്നു. കൈത്തിന്റെ കഴിവ് മനസ്സിലാക്കിയ ആടി റൂഡിയോടൊപ്പം ബാങ്ക് മാനേജറിനെ കാണാനായി അയച്ചു. കൈത്തും റൂഡിയും ചേർന്ന് മാനേജറിനെ പറഞ്ഞു മനസ്സിലാക്കി ബാങ്ക് ലോൺ നേടിയെടുക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഡാസ്ലർ ബ്രദേഴ്സ് അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ഷൂ നിർമ്മാതാക്കളായി മാറി. വീണ്ടും അവർ ധാരാളമായി ഷൂകൾ വിൽക്കാൻ തുടങ്ങി. എന്നാൽ റൂഡി കമ്പനിയുടെ അധിക ലാഭത്തിനു വേണ്ടി ക്വാളിറ്റി കുറഞ്ഞ ഷൂകൾ വിൽക്കാൻ കൈത്തിനെ നിർബന്ധിക്കുന്നു. പക്ഷേ ആടിയുടെ ഷൂ മികച്ച ക്വാളിറ്റിയിലുള്ളതാകണമെന്നും ഇങ്ങനെയുള്ള ഷൂ വിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും കൈത്ത് റൂഡിയോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തിൽ റൂഡി, ബിസിനസ് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്നും നീ ഇവിടുത്തെ ഒരു ക്ലർക്ക് മാത്രമാണെന്നും ക്ലർക്കിന്റെ ജോലി നോക്കിയാൽ മതിയെന്നും കൈത്തിനോട് പറയുന്നു. വിഷമത്തിൽ കൈത്ത് അവിടെ നിന്ന് പോയി. കേറ്റ് പോയതിനു ശേഷം തൻ്റെ ഭാര്യയോട് ഇങ്ങനെ അപമര്യാദയായി പെരുമാറരുതെന്ന് ആടി റൂഡിയെ വാൺ ചെയ്യുന്നുമുണ്ട്. ശേഷം റൂഡി ആടിയോട് ലൂയിസ് എന്ന പേരുള്ള അത്ലറ്റാണ് നമ്മുടെ ഷൂ ധരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ജെസി ഓവൻസ് ആണ് ഇപ്പോൾ ഉയർന്നു വരുന്ന മികച്ച അത്ലറ്റ് എന്നും അയാളാണ് എൻ്റെ ഷൂ ധരിക്കാൻ ഏറ്റവും യോഗ്യനെന്നും ആടി മറുപടിയായി പറഞ്ഞു. വഴക്കിനിടയിൽ നീയാണ് കമ്പനിയിൽ ഷൂ ഉണ്ടാക്കുന്നതെന്നും നീ മാത്രമാണ് കമ്പനിയെ പിടിച്ചു നിർത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നതെന്ന് റൂഡി ദേഷ്യത്തിൽ പറയുന്നു. നിനക്കും അതുതന്നെയാണ് വേണ്ടതെന്നും റൂഡി കൂട്ടിച്ചേർത്തു. കൂടാതെ ഞാൻ ജർമ്മൻ കായിക താരങ്ങളെ കാണാൻ പോവുകയാണെന്നും ഒരു നീഗ്രോയ്ക്കും നമ്മുടെ ഷൂ നൽകാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് റൂഡി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി.
ആടിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. താൻ കൈകൊണ്ട് നിർമ്മിച്ച ഷൂമായി ആടി നീഗ്രോ ആയ ജെസ്സി ഓവൻസിനെ കാണാൻ പ്രാക്ടീസ് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. ഗ്രൗണ്ടിൽ കഠിനമായി പ്രാക്ടീസ് ചെയ്യുന്ന ജെസ്സി ഓവൻസിനെ ആടി അരികിലേക്ക് വിളിച്ചു വരുത്തി. ശേഷം താൻ നിർമ്മിച്ച റണ്ണിംഗ് ഷൂസ് അയാൾക്ക് നൽകി ധരിക്കാനായി ആവശ്യപ്പെട്ടു. ഷൂ കിട്ടിയ ഉടൻ തന്നെ ജെസ്സി അത് ധരിച്ച് ഓടാനായി ആരംഭിച്ചു. ജെസ്സി ഓടുന്നത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആടി നോക്കി നിൽക്കുന്നു. ഓട്ടം പൂർത്തിയാക്കി ഷൂ വളരെ മികച്ചതായിട്ടുണ്ടെന്ന പോലെ ജെസ്സി ആടിയെ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ ഒളിമ്പിക്സ് മത്സരം വന്നെത്തി. ആടി താൻ നൽകിയ ഷൂസുമായി ജെസ്സി ഓടുന്നതും കാത്ത് റേഡിയോയുടെ മുമ്പിലിരുന്നു. ആടി നൽകിയ ഷൂസുമായി ഒരു പുലിയുടെ വേഗത്തിൽ ഓവൻസ് എതിരാളികളെ ഓടിത്തോൽപ്പിച്ചു ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കി. ഇത് കേട്ടതും ആടിക്ക് വളരെയധികം സന്തോഷമായി. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് വളരെ ദേഷ്യത്തിൽ റൂഡി കടന്നു വന്നു. നീ നൽകിയ ഷൂ കൊണ്ടാണ് ജെസ്സി വിജയിച്ചതെന്നറിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ലാഭം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് വളരെ ദേഷ്യത്തിൽ റൂഡി പറയുന്നു. എന്നാൽ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കൈകൊണ്ട് നിർമ്മിച്ച ഷൂ ആണ്. ഒരു യഥാർത്ഥ അത്ലറ്റിന് വേണ്ടിയാണ് ഞാൻ ഷൂ ഉണ്ടാക്കുന്നത്. അതെൻ്റെ ഇഷ്ടമാണെന്ന് ആടി ദേഷ്യത്തിൽ മറുപടിയായി നൽകി. പക്ഷേ ഈ കമ്പനിക്ക് വേണ്ടി ഞാനാണ് കഷ്ടപ്പെട്ട് 2 ലക്ഷത്തോളം ഷൂകൾ വിറ്റതെന്നും ഈ കമ്പനിയെ ഉയർത്തിക്കൊണ്ടു വന്നത് ഒരു നീഗ്രോയ്ക്ക് ഷൂ വിറ്റ് അത് നശിപ്പിക്കാൻ സാധിക്കില്ല എന്നും റൂഡി മറുപടിയായി പറഞ്ഞു. നീ ഷൂ വിറ്റു, ആ 2 ലക്ഷം ഷൂകൾ ഉണ്ടാക്കിയത് താനാണെന്ന് ആടിയും പറഞ്ഞു. ഇരുവരും വളരെ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ദേഷ്യത്താൽ റൂഡി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ജർമ്മനിയിലെങ്ങും യുദ്ധം രൂക്ഷമാകുന്ന കാലഘട്ടമായിരുന്നു അത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വളരെ ദേഷ്യത്തിൽ റൂഡി ഒരു കത്തുമായി ഫാക്ടറിയിലേക്ക് ആടിയുടെ അടുത്തേക്ക് വന്നു. കത്തിലൊരു നീഗ്രോയ്ക്ക് ഷൂ നൽകിയതുകൊണ്ട് കമ്പനി മുഴുവനായി നിർത്താനുള്ള ഓർഡർ ആയിരുന്നു. ആ ഓർഡർ എങ്ങനെയെങ്കിലും റദ്ദാക്കാനായി ഇരുവരും മിനിസ്ട്രി ഓഫീസിലേക്ക് പോയി. നീഗ്രോയെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞങ്ങളിവിടെ വെച്ചു പൊറപ്പിക്കില്ല എന്ന് ഓഫീസർ പറഞ്ഞു. കൂടാതെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ കമ്പനി അടച്ചുപൂട്ടുമെന്നും ഇവിടെ വേറെയും നല്ല ഷൂ നിർമ്മിക്കുന്ന ആളുകളുണ്ടെന്നും നിങ്ങൾക്ക് തുടരണമെങ്കിൽ ഉടനെ 6000 പേർ ഷൂ നൽകണമെന്നും ഓഫീസർ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഇരുവരും അതിന് സമ്മതിച്ചു. തിരികെ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ ഇരുവരും മിനിസ്ട്രി ഓഫീസിലുണ്ടായ കാര്യത്തെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നു. എങ്ങനെയും 6000 പേർ ഷൂ ഉണ്ടാക്കി നൽകണമെന്ന് റൂഡിയും ഉണ്ടാക്കുന്ന ഷൂ ഏറ്റവും നല്ലതാകണമെന്ന് ആടിയും പറയുന്നു. ഇരുവരും ഇതിനെ ചൊല്ലി വഴക്കിടുന്നു. ഫാക്ടറിയിലെ ആളുകൾ രാപ്പകലില്ലാതെ 6000 ഷൂ നിർമ്മിക്കാൻ ആരംഭിച്ചു. എന്നാൽ അവർ ഉണ്ടാക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ്. 6000 ഷൂ പെട്ടെന്ന് നിർമ്മിക്കാനാണ് റൂഡി ഇങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ സാമ്പിൾ ഷൂസ് ഫാക്ടറിയിൽ നിന്ന് മിനിസ്ട്രിക്ക് കൈമാറി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റൂഡിക്ക് മിനിസ്ട്രിയിൽ നിന്നൊരു കത്ത് വരുന്നു. നിങ്ങളുടെ ഷൂകൾ വേണ്ടത്ര ഗുണമേന്മയുള്ളവയല്ല, അതിനാൽ തന്നെ 6000 ഷൂകളും മിനിസ്ട്രി റിജക്ട് ചെയ്യുന്നു എന്നാണ് ആ കത്തിലുണ്ടായിരുന്നത്. ജർമ്മനിയിലെങ്ങും യുദ്ധം കടുക്കുന്നു. പട്ടാളക്കാരുടെ ലഭ്യതക്കുറവ് മൂലം ദേശവാസികളെ നിർബന്ധിച്ചെങ്ങും പട്ടാളത്തിൽ ചേർക്കുന്നു. അക്കൂട്ടത്തിൽ റൂഡിയും റൂഡിയുടെയും അനുജത്തിയുടെ കുട്ടികളും ഉൾപ്പെടുന്നു. എന്നാൽ ജർമ്മൻ മിനിസ്ട്രി ആടിയെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതിനെ ചൊല്ലി ഇരുവരും വഴക്കുണ്ടാക്കുന്നു. കസിൻസിനെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആടി ശ്രമിച്ചു. എന്നാൽ റൂഡി അതിനെ തടഞ്ഞു. കൂടാതെ എന്നെ നീ ചതിച്ചതാണെന്നും നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഫാക്ടറി നിനക്ക് കൈക്കലാക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും റൂഡി പറഞ്ഞു. എന്നാൽ മിനിസ്ട്രിക്ക് നല്ലപോലെ ഷൂ ഉണ്ടാക്കുന്ന ആളെയാണ് ആവശ്യമെന്നും അത് വിൽക്കുന്ന ആളെയല്ല എന്നും ആടിയും മറുപടിയായി പറഞ്ഞ് വഴക്ക് കടുത്തു. റൂഡിയെയും കസിൻസിനെയും കൂട്ടിക്കൊണ്ടു പോകാനായി മിനിസ്ട്രി വണ്ടി ഫാക്ടറിയിലേക്കെത്തി. ഭാര്യയോടും കുട്ടികളോടും യാത്ര പറഞ്ഞ് റൂഡി യുദ്ധത്തിനായി പോകുന്നു. യുദ്ധത്തിന് വേണ്ടിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ മിനിസ്ട്രി അവരുടെ ഫാക്ടറി കയ്യേറി. യുദ്ധത്തിന് സഹായിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഫാക്ടറി പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അവരെ കൊണ്ട് ആയുധം ഉണ്ടാക്കിച്ചത്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. റൂഡിയുടെ കൂടെ യുദ്ധത്തിന് പോയ കസിൻസ് യുദ്ധത്തിൽ മരണപ്പെടുന്നു. അവരുടെ മരണാനന്തര ചടങ്ങിലേക്ക് റൂഡി യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നു. റൂഡി മൂലമാണ് കുട്ടികൾ മരിച്ചതെന്ന് ചൊല്ലി ആടിയുടെ ഭാര്യയും സഹോദരിയും റൂഡിയെ ശകാരിച്ച് പള്ളിയിൽ നിന്ന് മടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജർമ്മനിയെ ശത്രുരാജ്യം പിടിച്ചെടുത്തു. ജർമ്മനിയെ യുദ്ധത്തിന് ആയുധമുണ്ടാക്കാൻ സഹായിച്ച റൂഡിയുടെയും ആടിയുടെയും ഫാക്ടറി ബോംബ് വെച്ച് തകർക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ ഞങ്ങൾ മിനിസ്ട്രിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആയുധങ്ങൾ നിർമ്മിച്ചതെന്നും ഞങ്ങളുടെ സ്വപ്നമാണ് ഈ ഫാക്ടറി എന്നും പറഞ്ഞ് ആടി പട്ടാളത്തിന് മുമ്പിൽ യാചിച്ചു. എന്നാലും അവർ അതിന് സമ്മതിച്ചില്ല. ആടിയും റൂഡിയും ചേർന്ന് ഫാക്ടറിയിൽ ഷൂ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിവിധ മെഷീൻസും മെറ്റീരിയൽസും എല്ലാം പട്ടാളത്തിന് കാട്ടിക്കൊടുത്തു. എന്നിട്ടും അവർ അവരുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല. പെട്ടെന്ന് കൈത്തിനൊരു കാര്യം ഓർമ്മ വന്നു. ഓടിപ്പോയി ഫാക്ടറിയിൽ നിന്ന് ഒരു ആൽബം എടുത്തുകൊണ്ട് കൈത്ത് വരുന്നു. അതിൽ ഒളിമ്പിക്സിൽ വിജയിച്ച ജെസ്സി ഓവൻസിന്റെ കൂടെ ആടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കൈത്ത് പട്ടാളത്തിനെ കാണിക്കുന്നു. ഒളിമ്പിക്സ് വിജയിക്കാൻ കാരണം ആടി ഉണ്ടാക്കിയ ഷൂ കൊണ്ട് ഓടിയിട്ടാണെന്ന് കൈത്ത് പട്ടാളത്തിനോട് പറയുന്നു. ഇത് കേട്ടതും ഫാക്ടറി തകർക്കുന്ന തീരുമാനം പട്ടാളം പിൻവലിച്ചു. പകരം ഫാക്ടറിയുടെ മുകളിൽ അവരുടെ വീട്ടിൽ പട്ടാളം ഒരു ഓഫീസ് സ്ഥാപിച്ചു. ആടിയുടെയും റൂഡിയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ആടിയും റൂഡിയും ഇരുവരുടെ ഭാര്യമാരും ചേർന്ന് കടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. വഴക്കിനിടയിൽ ആടിയുടെ മകനായ ഹോസ്റ്റ് റൂഡിക്ക് കൈത്തിലുണ്ടായ കുട്ടിയാണെന്ന് ഫ്രീഡൽ പറഞ്ഞു. ഒരു നിമിഷത്തേക്ക് ആടി നിശബ്ദനായി. അയാൾക്കത് വിശ്വസിക്കാനാകുന്നില്ല. പതിഞ്ഞ ശബ്ദത്തിൽ ആടി കൈത്തിനോട് സത്യം എന്താണെന്ന് ചോദിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹോസ്റ്റ് മുറിക്ക് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുറ്റബോധത്തോടെയുള്ള റൂഡിയുടെ മുഖം കണ്ട ആടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മുറിക്ക് പുറത്ത് നിൽക്കുന്ന ഹോസ്റ്റിനെ ആടി കണ്ടു. ഇരുവരും വിഷമത്താൽ കെട്ടിപ്പിടിക്കുന്നു. മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന കൈത്തിനെ കണ്ട ഹോസ്റ്റ് സങ്കടത്തിലും ദേഷ്യത്തിലും അവിടെ നിന്ന് ഓടിപ്പോയി.
ആടിയോട് ഹോസ്റ്റ് നമ്മുടെ മകനാണെന്ന് കൈത്ത് കരഞ്ഞു പറയുന്നു. അവളുടെ കണ്ണിലേക്ക് ഒരു നിമിഷം നോക്കിയ ആടി അവളെ തട്ടിമാറ്റി പുറത്തേക്ക് നടന്നുപോയി. സങ്കടം സഹിക്കാനാകാത്ത ആദി ഫാക്ടറിയിൽ തൻ്റെ ടേബിളിനരികിലിരുന്ന് പൊട്ടിക്കരയാൻ ആരംഭിച്ചു. പിറ്റേന്ന് രാവിലെ പണിക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തുന്നു. ആടിയും റൂഡിയും ചേർന്ന് മീറ്റിംഗിൽ ഡാസ്ലർ ബ്രദേഴ്സ് എന്ന ഈ കമ്പനി പിരിച്ചുവിടാൻ പോവുകയാണെന്ന് ആടി പറഞ്ഞു. ഞങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെന്നും ആടി കൂട്ടിച്ചേർത്തു. ഇന്നു മുതൽ ഇത് 2 കമ്പനി ആയിരിക്കുമെന്നും ആടി പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഇനി ആർക്കു വേണ്ടി പണിയെടുക്കണമെന്ന്, അഡോൾഫ് ഡാസ്ലറിന് വേണ്ടിയോ അതോ റുഡോൾഫ് ഡാസ്ലറിന് വേണ്ടിയോ എന്ന് റൂഡിയും പറയുന്നു. ഇങ്ങനെ പറഞ്ഞ് അവർ ആ മീറ്റിംഗ് പിരിച്ചുവിട്ടു. ഡാസ്ലർ ബ്രദേഴ്സ് പിരിഞ്ഞത് നാടെങ്ങും വാർത്തയായി. ആളുകൾക്കിടയിൽ ഡാസ്ലർ ബ്രദേഴ്സായി ചർച്ചാ വിഷയം. റൂഡിയുടെ ജോലിക്കാരും ആടിയുടെ ജോലിക്കാരും ചേർന്ന് കമ്പനിയിലെ മെഷീനുകളെല്ലാം ഭാഗിച്ചെടുത്തു. അങ്ങനെ ഇരുവരും 2 വ്യത്യസ്തമായ ഷൂ കമ്പനികൾ കെട്ടിപ്പടുത്താൻ ആരംഭിക്കുന്നു. റൂഡിയുടെ കമ്പനിയിൽ സെയിൽസ്മാൻമാരുടെ എണ്ണം കൂടുതലായിരുന്നു. കമ്പനിയിലെ സെയിൽസ് എല്ലാം നോക്കിയത് റൂഡിയായിരുന്നല്ലോ. പക്ഷെ കഴിവുള്ള ഷൂ മേക്കേഴ്സ് ആരും തന്നെ അവരുടെ കൂടെയില്ലെന്ന് റൂഡിക്ക് മനസ്സിലായി. അതിനാൽ തന്നെ കഴിവുള്ള കുറേയധികം ഷൂ ഉണ്ടാക്കുന്നവരെ ജോലിക്കെടുക്കാൻ റൂഡി തീരുമാനിക്കുന്നു. ആടിയുടെ കൂടെ നല്ല ഷൂ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഷൂ വിറ്റ ആളുകളുടെ കോണ്ടാക്ട്സ് എല്ലാം റൂഡിയുടെ കയ്യിലായതിനാൽ തന്നെ അവർക്ക് ആദ്യം മുതൽ തന്നെ ഷൂ വിൽക്കാൻ ആരംഭിക്കണം. ഇതേ സമയം ആടിയുടെ ഓഫീസിലേക്ക് ഭാര്യയായ കൈത്ത് കടന്നു വരികയും തനിക്കും കമ്പനിയെ വളർത്തിയെടുക്കാൻ സഹായിക്കണമെന്നും പറയുന്നു. ആടി അവളെയും കൂടെ കൂട്ടി. ആടി അങ്ങനെ അവർ നിർമ്മിച്ച ഷൂ കളിക്കാർക്ക് നൽകി പ്രാക്ടീസ് ചെയ്യാനായി വിടുന്നു. കളിക്കിടയിൽ ഒരു കളിക്കാരനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അഡിഡാസ് എന്നെഴുതിയ ഷൂവിൽ തൊട്ടടുത്ത് നിന്ന് അല്പം പെയിന്റ് എടുത്ത് ഷൂവിൽ ആദ്യം 3 വരകൾ വരയ്ക്കുന്നു. ആ 3 വരകളാണ് പിന്നീട് ലോകം കണ്ട അഡിഡാസിന്റെ ലോഗോ ആയി മാറിയത്. അഡിഡാസ് എന്ന പോലെ റൂഡിയും തൻ്റെ കമ്പനിക്ക് പേരിട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പൂമ എന്ന ഷൂ കമ്പനിയായിരുന്നു അത്. അപ്പം മുതൽ യുദ്ധം റൂഡിയും ആടിയും തമ്മിലല്ലായിരുന്നു, അഡിഡാസും പൂമയും തമ്മിലായിരുന്നു. പൂമ അവരുടെ ആദ്യത്തെ ഫുട്ബോൾ ഷൂ പുറത്തിറക്കി ഊരിവെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റഡുള്ള ഷൂ ആയിരുന്നു അവർ നിർമ്മിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ പൂമ ആടിയുടെ ആശയം മോഷ്ടിച്ചാണ് അത് നിർമ്മിച്ചത്. ഇങ്ങനെയുള്ള സ്റ്റഡുള്ള ഷൂകളിൽ പൂമ പേറ്റന്റ് എടുക്കുകയും ചെയ്തു. ആടിക്കിതൊരു തലവേദനയായി മാറി. എന്നാൽ അതിൽ തളരാതെ ആടി ഫുട്ബോൾ കളിക്കാനായി താൻ ഒരു പെർഫെക്റ്റ് ഷൂവിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടേ ഷൂ നിർമ്മിക്കാൻ ആരംഭിക്കൂ എന്ന് തീരുമാനിച്ചു. അതിനായി ആടി പരിശ്രമിക്കാനായി തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാൾ ആടിയുടെ അടുത്തേക്ക് ഓടിയെത്തി കോച്ച് ഹെംബർഗർ പ്യൂമയുമായി ഒരു മീറ്റിംഗിന് തയ്യാറാകുന്നു എന്ന് പറയുന്നു. ഹെംബർഗർ ജർമ്മൻ നാഷണൽ ടീമിന്റെ കോച്ചായിരുന്നു. ഹെംബർഗറിലൂടെ നാഷണൽ ടീമിന് ഷൂ നൽകാനായിരുന്നു പൂമയുടെ പദ്ധതി. ഹെംബർഗർ പൂമയുമായി കൈകൊടുത്താൽ അഡിഡാസിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് ആടിക്കറിയാമായിരുന്നു. ജർമ്മനിയിലെ മികച്ച ടീമുകളെല്ലാം ആ സമയത്ത് പൂമയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മീറ്റിംഗിൽ റൂഡി അദ്ദേഹത്തെ പരിഹസിക്കുകയും ക്ലബ്ബുകളെല്ലാം എൻ്റെ ഷൂ കൊണ്ടാണ് നന്നായി കളിക്കുന്നതെന്നും നല്ലൊരു കോച്ചില്ലെങ്കിലും എൻ്റെ ഷൂ കൊണ്ട് പ്ലെയേഴ്സിന് നന്നായി കളിക്കുവാൻ സാധിക്കുമെന്നും അഹങ്കാരത്തിൽ ഹെംബർഗിനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂമയുമായുള്ള കരാറിന് ഒപ്പുവെക്കാതെ ആടിയുടെ അഡിഡാസ് ഫാക്ടറിയിലേക്ക് എത്തുന്നു. ആടിയോട് അദ്ദേഹം ജർമ്മൻ ടീമിൻ്റെ ആവശ്യം പങ്കുവയ്ക്കുന്നു. നാഷണൽ ടീമിലുള്ള എല്ലാ പ്ലെയേഴ്സിനും ഫുട്ബോൾ ബൂട്ട് വേണം എന്നായിരുന്നു അത്. ആടി അതിന് സമ്മതിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാവരെയും ഞെട്ടിച്ച് ജർമ്മൻ ടീം ഫൈനലിൽ പ്രവേശിച്ചു. ജർമ്മൻ ടീമിന് ഷൂ നൽകാനാകാത്തതിൽ ഖേദിച്ച് റൂഡി ജർമ്മനിയിലെ തെരുവുകളിലൂടെ നടക്കുന്നു. അങ്ങനെ ജർമ്മനി വേഴ്സസ് ഹംഗറി ഫൈനൽ ദിനം വന്നെത്തി. ആടിയും കോച്ചും ചേർന്ന് ഫുട്ബോൾ ഗ്രൗണ്ട് പരിശോധിക്കുന്നു. അവരുടെ ആഗ്രഹം ഫൈനലിൽ മഴ പെയ്യണമെന്നായിരുന്നു. എന്നാലേ ആടി ഉണ്ടാക്കിയ മഴയത്തും നല്ലപോലെ കളിക്കാൻ സാധിക്കുന്ന സ്റ്റഡ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. മഴ പെയ്യാത്തത് കൊണ്ട് അവർ ചെറിയ സ്റ്റഡ് ഉപയോഗിച്ച് കളിക്കാൻ തീരുമാനിച്ചു. ഗ്യാലറിയിലെങ്ങും പത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്നത്തെ കളിയിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് പത്രക്കാർ കോച്ചിനോട് തിരക്കി. എങ്ങനെയും ജയിക്കണമെന്ന് കോച്ച് മറുപടിയായി പറഞ്ഞു. ഡ്രസ്സിംഗ് റൂമിൽ കോച്ച് കളിക്കാരോട് സംസാരിക്കാനായി ആരംഭിച്ചു. നമ്മൾ കാത്തിരുന്ന ദിവസം ഇന്നാണ്. നമ്മൾ ആരാണെന്ന് ഹംഗറിയെ കാണിച്ചു കൊടുക്കണം. നമുക്കറിയാം ഹംഗറി ഇതുവരെ ഒരു മത്സരവും പരാജയപ്പെട്ടിട്ടില്ലെന്ന്. എന്നാൽ ഇന്ന് ഇവിടെ വെച്ച് അവർ തോൽവിയുടെ രുചി അറിയണം. ഇങ്ങനെയെല്ലാം കോച്ച് കളിക്കാരോട് പറയാനേ ആരംഭിച്ചു. കളി കാണാൻ റൂഡിയും ഗാലറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ എവിടുന്നോ ശക്തമായി മഴ പെയ്യാൻ ആരംഭിച്ചു. ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി വന്ന ആടി നമ്മുടെ സ്റ്റഡ്സ് ഇടാൻ സമയമായെന്ന് കോച്ചിനോട് അതിസന്തോഷത്തോടെ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ ആർത്തുല്ലസിച്ചു. ശേഷം എല്ലാവരുടെയും ബൂട്ടിൽ ആടി ഉണ്ടാക്കിയ സ്റ്റഡ്സ് ആടി തന്നെ ഇട്ടുകൊടുക്കുന്നു. അഡിഡാസ് ധരിച്ച കാലുകളുമായി ജർമ്മൻ ടീം ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു. മഴയത്ത് കളി ആരംഭിച്ചു. ഹംഗറി താരങ്ങളുടെ കാലുകൾ വഴുതാനും തുടങ്ങി. എന്നാൽ ജർമ്മൻ ടീം വളരെ ശക്തമായി തന്നെ കളിക്കുന്നു. അങ്ങനെ ജർമ്മനി തന്നെ ആദ്യത്തെ ഗോൾ അടിക്കുകയും ചെയ്തു. ഗ്യാലറിയിലുള്ള ആളുകളും ജർമ്മൻ ജനതയുമെല്ലാം ആർത്തുല്ലസിക്കാൻ തുടങ്ങി. ജർമ്മനി അങ്ങനെ ഫൈനലിൽ വിജയിച്ചു. കളിക്ക് ശേഷം വളരെ സന്തോഷത്തിലാടി ഡ്രസ്സിംഗ് റൂമിലെ ഒരു കസേരയിലിരിക്കുന്നു. ഏറ്റവും മികച്ച ഷൂ ഉണ്ടാക്കി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷത്തിൽ ആടി ഒന്ന് പുഞ്ചിരിച്ചു. ഇവിടെയാണ് ഡാസ്ലർ ബ്രദേഴ്സിൻ്റെ കഥ അവസാനിക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സിനിമകളെ പറ്റി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിവേഗം ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.